ചെറിയൊരു അളവ് യുറേനിയം മതി ഒരു പട്ടണത്തെ തന്നെ വൈദ്യുതീകരിക്കുവാൻ. 24 മണിക്കൂറും ഒരേപോലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ഇതുവഴി കഴിയും. വളരെ കുറച്ച് കാർബൺ എമിഷൻ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനായി ഡാമുകളെയും വിൻഡ് ടർബൈനുകളെയും സോളാറിനെയും ആശ്രയിക്കുമ്പോൾ വെള്ളത്തിന്റെയും കാറ്റിന്റെയും സൂര്യന്റെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും വൈദ്യുതി ഉൽപാദനം നടക്കുക. എന്നാൽ ആണവോർജ്ജ പ്ലാന്റുകൾക്ക് നിർത്താതെയും മറ്റ് തടസ്സങ്ങളില്ലാതെയും പ്രവർത്തിക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ ഊർജ്ജ സ്രോതസ്സായി യുറേനിയത്തിലേക്ക് മാത്രം ഏവരുടെയും ശ്രദ്ധ മാറുന്നത്. ഖനനം ചെയ്തെടുക്കുന്ന യുറേനിയത്തിന് ഏകദേശം 7% U-235 എന്ന സമ്പുഷ്ട യുറേനിയമാണ് അടങ്ങിയിരിക്കുന്നത്. ആണവോർജ്ജ പ്ലാന്റുകളിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുവാനായി ആവശ്യമുള്ളത് 12% U-235 അടങ്ങിയ യുറേനിയമാണ്. അതുകൊണ്ടാണ് ഖനനം ചെയ്തെടുക്കുന്ന യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത്. അതിന്റെ ഘട്ടങ്ങൾ വിശദീകരിക്കുമ്പോൾ ഖനനം ചെയ്തെടുക്കുന്ന യുറേനിയം അയിര് യെല്ലോ കേക്ക് എന്ന രൂപത്തിലേക്ക് മാറ്റും. അടുത്ത ഘട്ടമായി ഇതിനെ യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് UF6 എന്ന വാതക രൂപത്തിലേക്ക് മാറ്റി ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജുകളിലേക്ക് കടത്തി വിടും. U-235 എന്ന യുറേനിയം ഐസോടോപ്പ് U-238 എന്ന യുറേനിയം ഐസോടോപ്പിനേക്കാൾ ചെറിയ തോതിലെങ്കിലും കനം കുറഞ്ഞതായതിനാൽ ഈ സെൻട്രിഫ്യൂജ് പ്രക്രിയയിലൂടെ വേർതിരിച്ചെടുക്കുവാൻ സാധിക്കും. അങ്ങനെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഫ്യൂവൽ പെല്ലറ്റുകളായി മാറ്റുന്നു. ഈ പെല്ലറ്റുകൾ റിയാക്ടറുകളിൽ ഉപയോഗിക്കുവാനുള്ള ഫ്യൂവൽ റോഡിലേക്ക് പാക്ക് ചെയ്യുന്നു. ആണവോർജ്ജ പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന യുറേനിയത്തിനേക്കാൾ വലിയധികം സമ്പുഷ്ടീകരിച്ച യുറേനിയം മാത്രമേ ആയുധങ്ങൾ ഉണ്ടാക്കുവാനായി ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. അതായത് U-235ന്റെ അളവ് 90% ഉണ്ടാകണം. എന്നാൽ ഈ രീതിയിലുള്ള സമ്പുഷ്ടീകരണം രാജ്യാന്തരമായി നിരോധിച്ചിട്ടുമുണ്ട്.